നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15-ന് കേരളത്തിലെത്തും. കുന്നംകുളത്ത് നടക്കുന്ന പരിപാടിയിലാകും പ്രധാനമന്ത്രി പങ്കെടുക്കുക. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM-നെതിരെ കേന്ദ്ര ഏജൻസികൾ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, ഒരു വശത്ത് ഇലക്ട്രൽ ബോണ്ട് CPM BJPക്കെതിരെ ആയുധമാക്കുമ്പോൾ കരുവന്നൂർ ഉയർത്തി പ്രതിരോധത്തിലാക്കാനുള്ള BJPയുടെ നീക്കമാണത് എന്ന് വിലയിരുത്തപ്പെടുന്നു. പക്ഷേ ഇരിങ്ങാലക്കുടയിലേക്ക് കൂടി, കരുവന്നൂർ ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുടയിൽ കൂടി എത്തും അദ്ദേഹം എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഒരിടത്ത് മാത്രമാണോ വേദി നിശ്ചയിച്ചിട്ടുള്ളത്? ഗൂഗിൾ നിലവിൽ ഇപ്പോഴും ഈ ഇരിങ്ങാലക്കുട മണ്ഡലം പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളത്തും പ്രധാനമന്ത്രി എത്തുന്നത് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ മൂന്നിടങ്ങളിൽ ഈ എത്തുന്ന കാര്യമാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. അതിൽ ഇപ്പോൾ ഈ തീരുമാനമായത് ഈ കുന്നംകുളത്ത് മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കുന്നംകുളത്ത് 15-ാം തീയതി രാവിലെ 11 മണിക്ക് ചെറുവത്തൂർ ഗ്രൗണ്ടിലായിരിക്കും പ്രധാനമന്ത്രി എത്തുക. ചെറിയ റോഡ് ഷോയും അതോടൊപ്പം തന്നെ ഈ പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ആലത്തൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ സരസുവിന്റെ പ്രചരണാർത്ഥമാണ് ഇത്തരത്തിൽ ഈ പ്രധാനമന്ത്രി എത്തുന്നത്. പ്രത്യേകിച്ച് ഈ ആലത്തൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സരസുവിന്റെ സ്ഥാനാർത്ഥിത്വം അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ നേതൃത്വത്തിന് വലിയ താല്പര്യമാണ് ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. കാരണം SFIയുമായി നേർക്കുനേർ നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ വലിയ ജനപ്രീതി അല്ലെങ്കിൽ ഈ പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു പ്രീതി NDA സ്ഥാനാർത്ഥിയോടുണ്ട്. അതുകൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുന്നംകുളത്ത് ആലത്തൂർ സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം എത്താനുള്ള ഈ തീരുമാനത്തിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ ഈ പൊന്നാനിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരിങ്ങാലക്കുടയിൽ പ്രധാനമന്ത്രി എത്തിയില്ലെങ്കിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയും ഇവിടെ എത്തും എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കൊച്ചിയിലും ഇരിങ്ങാലക്കുടയിലും കൂടി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുള്ള വേദി പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൂഗിൾ ശരി, സൂരജ് ജിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പ്രധാനമന്ത്രി 15-ന് കേരളത്തിലെത്തും. തൃശ്ശൂരിൽ അത് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന കുന്നംകുളത്താണെങ്കിലും ഇരിങ്ങാലക്കുടയിൽ കൂടി, കരുവന്നൂർ ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുടയിൽ കൂടി അദ്ദേഹത്തിന്റെ പരിപാടി സംഘടിപ്പിക്കുവാനാണ് BJPയുടെ ശ്രമം. ഏതായാലും കരുവന്നൂർ വലിയ പ്രചാരണ വിഷയമാക്കി ഉയർത്തുവാനുള്ള BJPയുടെ നീക്കങ്ങളാണ് സജീവമാകുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് സജി മഞ്ഞക്കടമ്പലിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോട്ടയത്തെ UDF അടിയന്തര യോഗം ചേർന്നു. കോട്ടയം DCC ഓഫീസിലാണ് യോഗം നടന്നത്. ടോബി ജോൺസൺ ചേരുന്നു വിശദാംശങ്ങളുമായി. ടോബി, മുന്നണി എന്ന നിലയിൽ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഈ പൊട്ടിത്തെറിയിൽ ഇടപെടുകയാണോ കോൺഗ്രസ്? എന്താണ് അവരുടെ ഒരു അനുനയ ശ്രമം? അതിന്റെ നീക്കങ്ങൾ ഏത് തരത്തിലാണ്? ഇലക്ഷൻ പ്രചരണത്തിൽ എല്ലാവരും വ്യാപൃതരാണ്. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചർച്ചയിലോട്ട് ഞങ്ങളിപ്പോൾ പോകുന്നുമില്ല. ഞങ്ങൾക്കിപ്പോൾ ഇലക്ഷനിലാണ് നിൽക്കുന്നത്. അതിന്റെ ഏറ്റവും മൂർധന്യമായ ഒരു സമയത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ മറ്റ് ചർച്ചകളിലോട്ടൊന്നും കടക്കുന്നതേയില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തുക, ആ കാര്യം ഒറ്റക്കെട്ടായിട്ട് നിന്ന് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നത്. അദ്ദേഹത്തെ അതൊക്കെ കേരള കോൺഗ്രസ് ചെയർമാനാ തീരുമാനിക്കുക. കാരണം ആ പോസ്റ്റ് കേരള കോൺഗ്രസിനുള്ളതാണ്. അവിടെ ആര് വേണമെന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം തീരുമാനിച്ചു, ഞങ്ങൾ അംഗീകരിച്ചു. അതാണ് മുന്നണി മര്യാദ. ഞങ്ങൾ ആ മുന്നണി മര്യാദ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത തീരുമാനത്തോട് യോജിച്ചു നിൽക്കുന്നു. അതൊക്കെ ആ പാർട്ടിക്കകത്തുള്ളതല്ലേ. മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നം UDFന്റെ ചെയർമാൻഷിപ്പ് മാത്രമാണ്. മറ്റത് പാർട്ടി പ്രസിഡന്റ്ഷിപ്പാണ്. അത് പാർട്ടി ചെയർമാൻ തീരുമാനിച്ചോട്ടെ. അവരുടെ ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം അനുസരിച്ച് ചെയ്യും. അതിനകത്ത് ഞങ്ങൾ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ അതിനകത്ത് ഒരു ഡീസന്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അതിന്റെ പൂർണ്ണമായ ഓപ്ഷൻ കേരള കോൺഗ്രസ് ചെയർമാനാണ്. അദ്ദേഹം തീരുമാനിക്കട്ടെ. അത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞിട്ടല്ലേ അങ്ങനെ ഒരു ശ്രമത്തിന് ഇതുള്ളൂ. അദ്ദേഹം മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ അത് വേറെ നമുക്ക് ചർച്ച ചെയ്യണം. ഇപ്പൊ അസ് ഓൺ ടുഡേ നമ്മുടെ മുമ്പിലുള്ളത് ഒരു ചെയർമാനായിരുന്ന ആൾ അദ്ദേഹം രാജിവെച്ച സമയത്ത് പകരം ഒരാളിനെ താൽക്കാലികമായിട്ട് കേരള കോൺഗ്രസ് ചെയർമാൻ തീരുമാനിച്ചു. ഞങ്ങൾ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒത്തൊരുമിച്ച് നീങ്ങുന്നു. അത്രയുള്ള കാര്യം. നിങ്ങൾ രാജിയുടെ ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. രണ്ടും രണ്ട് എന്താണ്? അല്ല, ഒരു കാരണവശാലും ഒരു യുദ്ധഭൂമിയിൽ നിന്ന് ഒരാൾ മാറി നിന്നാൽ അത് വല്ലതും ബാധിക്കുമോ?
ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്, വളരെ ശക്തിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ പ്രചരണത്തിൽ ഉന്നമുണ്ട്. ആ ഉന്ന ഒരു വ്യക്തിയല്ല, ഞങ്ങളൊരു സമൂഹത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആദർശപരമായ ഒരു സമീപനമെടുത്ത് ഈ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ചെയ്യുന്ന തെറ്റുകളെ ബഹുജന മധ്യത്തിൽ തുറന്നു കാണിച്ച് ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിനകത്ത് വ്യക്തികൾ പ്രശ്നമില്ല. എന്തോ അത് നിങ്ങളുടെ വ്യാഖ്യാനം, ഇത് ഞങ്ങളുടെ തീരുമാനം. എന്തോ അല്ലല്ല, ചർച്ചയാകുന്നു എന്ന് പറയാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു ചെയർമാൻ മാറിയല്ലോ. മാറിക്കഴിയുമ്പോൾ ബാക്കി എന്ത് കാര്യം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളിരുന്ന് ആലോചിച്ചത്. ഞങ്ങളുടെ കളറെ കൃത്യം അല്ല, ഞങ്ങൾ അങ്ങനെ ആലോചിക്കാതെ പറയാൻ വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല. കാരണം അത് കേരള കോൺഗ്രസ് ചെയർമാനാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം എന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഘടകകക്ഷികൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കടമ. ആ കടമ ഞങ്ങൾ എന്താ അത് തന്നെ ഇനി മുന്നോട്ട് കൂടുതൽ ശക്തിയോടുകൂടി പോകുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചത്. അവര് സത്യം പറഞ്ഞാൽ അവര് രണ്ടാളിനെ കൊണ്ട് രണ്ട് അവരന്മാരെ കൊണ്ട് നടന്നു. അവര് നിരപരാധി, അവർ വഴിയാധാരായിപ്പോയി. അവരൻ വന്ന് വഴിയാധാരായി. അതിന്റെ ഒരു ചമ്മലിൽ അവരിയ്ക്കുകയാണ്. അത് തീർക്കാനായിട്ട് എവിടെയെങ്കിലും ഒരു ഈ വടി ചാരി വെക്കാൻ അവർ നോക്കി നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കിട്ടിയൊരു അവസരം ഈ വടി ഇങ്ങോട്ടൊക്കെ ചാരി, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ആ വടിയെ തൊടാനേ ഇല്ല, അതിന്റെ വഴിക്ക് പോട്ടെ. ഇല്ലില്ല, ഞങ്ങൾ അതിനകത്ത് പൊളിറ്റിക്കലായിട്ട് കാണുന്നില്ല. അദ്ദേഹം അങ്ങനെ ബാഹ്യശക്തിയുടെ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഞങ്ങൾക്കറിയില്ലല്ലോ. ഞങ്ങളെങ്ങനെയാ പുള്ളിയോട് ബാഹ്യശക്തി ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? ഞങ്ങളത് ചോദിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് മുമ്പിലുള്ളത് എന്താ? ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക. ആ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് ഒരു ക്രോഡീകൃത രൂപം വേണം. ആ രൂപത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തെ ഞങ്ങൾ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നു, മുമ്പോട്ട് പോകുന്നു. പറഞ്ഞല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് തീർന്നല്ലോ. അദ്ദേഹം അത് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അല്ല, അദ്ദേഹം അങ്ങനെയൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടുമില്ല. എന്നാൽ കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നിട്ടുമുണ്ട്. കമ്മ്യൂണിക്കേഷൻ ടോട്ടലായിട്ട് കട്ട് ഓഫ് ചെയ്തൊന്നും അഭിപ്രായമില്ല. പക്ഷേ ഒരു മുന്നണിയല്ലേ, മുന്നണിയുടെ പൊതു അച്ചടക്കത്തിൽ നിൽക്കണ്ടേ? ഈ അച്ചടക്കം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോയി നിൽക്കാൻ പറ്റും? അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിക്കത്തക്ക വിധത്തിലുള്ള നടപടി എടുത്ത് മുന്നോട്ട് പോവുകയാണ്. വേറൊന്നുമില്ല. അത് അദ്ദേഹം തീരുമാനിക്കേണ്ടതല്ലേ? രാജിവെച്ചു, വേക്കൻസി വന്നു, ഒരാളുടെ വെച്ചു, ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അതല്ല ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. തീർന്നു, ആയിക്കോട്ടെ, വേറൊന്നുമില്ലല്ലോ. സജി മഞ്ഞക്കടമ്പലിന്റെ രാജിയെ തുടർന്നുണ്ടായ സവിശേഷമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോട്ടയത്ത് UDF യോഗം ചേർന്ന് ആ യോഗത്തിന് ശേഷമുള്ള തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നിന്നുള്ള രാജി, ആ രാജിയിൽ അല്ലെങ്കിൽ ആ പാർട്ടിയിലെ പ്രശ്നങ്ങളിലേക്ക് UDF തൽക്കാലം, കോൺഗ്രസ് തൽക്കാലം ഇടപെടുന്നില്ല. ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, പുതിയ UDF ചെയർമാനെ തീരുമാനിച്ചുകൊണ്ട്, ജില്ലാ ചെയർമാനെ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിനപ്പുറത്തേക്ക് ജോസഫ് വിഭാഗത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നു. അപ്പോഴും നെഗോഷിയേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ, ടോക്സ് ആർ ദെയർ എന്നൊരു സൂചന കൂടി നൽകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും UDFന്റെ ചർച്ചകൾ മാത്രമാണ്, അതായത് UDFന്റെ ഭാവി പ്രവർത്തനങ്ങൾ എന്ത് എന്നുള്ളത് മാത്രമാണ്. സജിയുടെ കാര്യത്തിൽ അത് കേരള കോൺഗ്രസ് മാത്രമാണ് തീരുമാനമെടുക്കേണ്ടത്. അത് അവരുടെ തീരുമാനം എന്താകുന്നോ, പാർട്ടി ചെയർമാൻ എന്ത് തീരുമാനിക്കുന്നോ അതിനോടൊപ്പം നിൽക്കും UDF എന്നാണ്. UDFന്റെ ഭാവിയാണോ ചെയർമാൻ? നോ കമന്റ്സ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. UDF കൂട്ടായി ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. UDFന്റെ തീരുമാനം ഔദ്യോഗികമായി ഇലക്ഷൻ കമ്മിറ്റി ഇവിടെ ഉണ്ട്. UDF ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹം ഔദ്യോഗികമായി കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല.
അതാണ് മോൻസ് ജോസഫ് MLA വാക്കുകളാണ് കേട്ടത്. അതായത് UDF ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. സജിയുടെ കാര്യത്തിൽ നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് സജിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അവരുടെ പാർട്ടിയാണ്, പാർട്ടി ചെയർമാനാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. അത് അദ്ദേഹം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനം എന്താണോ അതിനൊപ്പം UDF നിൽക്കും. ഇപ്പോൾ ചർച്ച ചെയ്തത് UDFന്റെ പ്രവർത്തനം സംബന്ധിച്ചാണ്. നിലവിൽ തെരഞ്ഞെടുപ്പ് രംഗത്താണ്, ഒരു യുദ്ധമുഖത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. പ്രത്യേകിച്ചും പുതിയ ചെയർമാനെ UDF ചെയർമാനെ തെരഞ്ഞെടുത്തു. EJ അഗസ്റ്റിയാണ് ജില്ലാ പ്രസിഡന്റ് ചുമതലയും അദ്ദേഹത്തിനാണ് കൊടുത്തതെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ആ കാര്യങ്ങളാണ് ഇന്ന് ചേർന്ന് ഈ അടിയന്തര യോഗത്തിൽ ചർച്ച ചെയ്തത്. സജിയുടെ കാര്യത്തിൽ തീരുമാനം പറയേണ്ടത് സജി തന്നെയാണ്. അതിനുശേഷം ചർച്ചകൾ നടത്താമെന്നാണ്. അതായത് ഈ കാര്യത്തിൽ UDF കാര്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക്, ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു സൂചന തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ശരി, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ കോട്ടയത്തുണ്ടായ പൊട്ടിത്തെറിയിൽ UDF ഏതായാലും മധ്യസ്ഥതയ്ക്കില്ല. അതിനപ്പുറത്തേക്ക് UDF ജില്ലാ കൺവീനർ എന്ന ചെയർമാൻ എന്ന സ്ഥാനത്തേക്ക് EJ അഗസ്തിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ച ഒഴിവ് നികത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സജീവമായി പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു കോട്ടയത്തെ UDF യോഗം. വീണ്ടും ഇനി കായിക വാർത്തയാണ്. IPL ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് കൂറ്റൻ സ്കോർ. 5 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസാണ് മുംബൈ നേടിയത്. 49 റൺസ് എടുത്ത രോഹിത് ശർമ്മയാണ് ടോപ്പ് സ്കോറർ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, സീസണിലെ ആദ്യ ജയം തേടുകയാണ് മുംബൈ. ഈ സ്കോർ ഒരു ആത്മവിശ്വാസമാണോ? ആത്മവിശ്വാസം നൽകുന്ന ഒരു സ്കോർ തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് പടുത്തുയർത്തിയിരിക്കുന്നത്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസ്. എന്തായാലും സീസണിലെ ആദ്യ ജയം പ്രതീക്ഷയിൽ തന്നെയാണ് ടീമുള്ളത്. ആദ്യ 3 മത്സരവും തോറ്റ മുംബൈ വലിയ പ്രതിരോധത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്കോർ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മുൻ നായകൻ രോഹിത് ശർമ്മയുടെ പ്രകടനമാണ് മുംബൈക്ക് ഒരു മികച്ച തുടക്കം നൽകിയത്. 49 റൺസാണ് രോഹിത് നേടിയത്. 42 റൺസ് എടുത്ത ഇഷാൻ കിഷനും മികച്ച പിന്തുണ നൽകി. ഒടുവിൽ ടിം ഡേവിഡും റൊമാരിയോ ഷിപ്പേർഡും കൂടി ചേർന്നാണ് മുംബൈയെ ഒരു കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചത്. ടിം ഡേവിഡ് 45 റൺസ് എടുത്തപ്പോൾ റൊമാരിയോ ഷിപ്പേർഡ് 39 റൺസാണ് എടുത്തത്. അതും എടുത്തു പറയേണ്ടത് അവസാന ഓവറിൽ 32 റൺസാണ് റൊമാരിയോ ഷിപ്പേർഡ് അടിച്ചുകൂട്ടിയത്. നോർക്കയെ ഒറ്റ ഓവറിൽ തന്നെ കളിയെ ഒരു മുംബൈയുടെ പരിധിയിലാക്കുന്ന തരത്തിൽ സ്കോർ എത്തിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ 202 210 നിൽക്കേണ്ട ഒരു സ്കോർ 234 എത്തിച്ചതിലൂടെ മുംബൈക്ക് വലിയ ആത്മവിശ്വാസം വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരങ്ങളിൽ തന്നെ വലിയ തിരിച്ചടി നേരിട്ടിരുന്നതാണ് ബാറ്റിങ്ങിലെ സ്ഥിരതയില്ലായ്മ. അതൊക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള ഒരു വമ്പൻ പ്രകടനം തന്നെയാണ് മുംബൈയുടെ ഭാഗത്തുണ്ടായിരുന്നത്. പക്ഷേ ഈ ഇത്രയും വലിയ സ്കോർ ഉണ്ടാകുമ്പോൾ പോലും ഏക നിരാശപ്പെടുത്തുന്ന കാര്യം സൂര്യകുമാർ യാദവ് 0-ന് പുറത്തായി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവിൽ ഒരു വമ്പൻ ഇന്നിങ്സ് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ 2 ബോൾ മാത്രം നേരിട്ട് അദ്ദേഹം 0-ന് പുറത്തായി. ആ ഒരു കുറവ് മാത്രമാണ് മുംബൈക്ക് എന്ന് പറയാനുള്ളത്. മറ്റെല്ലാ കാര്യങ്ങളും ഇപ്പോൾ മുംബൈയുടെ കയ്യിലാണ് ആദ്യ പകുതിയിൽ. ഇനി ബൗളർമാർ ജസ്പ്രീത് ബുംറ ഡൽഹിയെ എറിഞ്ഞിടുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ശരി, ഏതായാലും മുംബൈ ഒരു വലിയ സ്കോർ ഉയർത്തുന്നു. ആ സ്കോർ ഒരു ആദ്യ വിജയത്തിന്, ഈ സീസണിലെ ഒരു വിജയ തുടക്കത്തിന് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് വല്ലപ്പുഴയിൽ യുവതി പൊള്ളലേറ്റ് മരിച്ചു. മുണ്ടക്കപ്പറമ്പിൽ പ്രദീപിന്റെ ഭാര്യ ബീനയാണ് മരിച്ചത്. മക്കളായ നിഖ, നിവേദ എന്നിവർ പൊള്ളലേറ്റ് ചികിത്സയിലാണ്. ഞായറാഴ്ച പുലർച്ചെ വീടിനുള്ളിലാണ് ഇവരെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, എങ്ങനെയാണ് ഈ 3 പേർക്കും പൊള്ളലേൽക്കുന്നത്? എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു? ഇന്ന് പുലർച്ചെ കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ മുകളിലെ റൂമിൽ പോയി നോക്കിയപ്പോഴാണ് ബീനയും 2 മക്കളും പൊള്ളലേറ്റ നിലയിൽ കിടക്കുന്നതായി കണ്ടത്. മുകൾ നിലയിൽ വാതിലകത്ത് നിന്ന് പൂട്ടിയിട്ട നിലയിലായിരുന്നു. ബെഡിൽ മണ്ണെണ്ണ ഒഴിച്ച് അതിന് മുകളിൽ തീ കൊളുത്തിയതാകാമെന്നാണ് ഇപ്പോൾ നിഗമനം. 3 അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ബീനയുടെ ഭർത്താവ് കണ്ണൂരിൽ കാർപ്പന്ററായി ജോലി ചെയ്തു വരികയാണ്. ഒരാഴ്ചയായി ഇദ്ദേഹം കണ്ണൂരിലാണുള്ളത്. കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നമുള്ളതായി പോലീസ് പറയുന്നുണ്ട്. കുട്ടികൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതിലൊരു കുട്ടിക്ക് 90% പൊള്ളലേറ്റതിനാൽ ഈ കുട്ടിയുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ശരി, പാലക്കാടാണ് 3 പേരെ പൊള്ളലേറ്റത്. അമ്മയും മക്കളായ 2 പേരെയുമാണ്, മക്കളായ 2 പെൺകുട്ടികളെയുമാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തതിൽ. മുണ്ടക്കപ്പറമ്പിൽ പ്രദീപിന്റെ ഭാര്യ ബീനയാണ് ഇപ്പോൾ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് വല്ലപ്പുഴയിലെ കുടുംബത്തിലെ 3 പേരെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തുന്നത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.